ഹായ് ഗായ്സ്, ഗലിബ്രോ ന്യൂട്ടി ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 സെക്കൻഡ് വീക്ക് എവിഷനിലേക്കുള്ള വോട്ടിങ്ങിന്റെ അവസാന മണിക്കൂറിലേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള 11 മത്സരാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന പൊസിഷനിലുള്ളവർ ഇപ്പോഴും ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസം മാത്രമുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടിംഗ് ഇപ്പോഴും വളരെ നിർണ്ണായകമാണ്. നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറ്റത്തിന് വോട്ട് ചെയ്യുക. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടും വരുവാണ്. ബിഗ് ബോസ് മുമ്പ് ന്യൂസ് അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും ഇന്ന് 3 മണിയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ ഷാനവാസ് തന്നെയാണ്. തുടർന്ന് ഷാനവാസിന്റെ പൊസിഷൻ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ഒരു ഇളക്കവും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ 9891 കൂറ്റൻ വോട്ട് നേടിയാണ് തൻ്റെ 1-ാം പൊസിഷൻ കൈയടക്കി വെച്ചിരിക്കുന്നത്. 2-ാം പൊസിഷനിൽ അനുമോൾ തന്നെയാണ്. തുടർന്ന് അനുമോൾ തുടക്കത്തിൽ നടത്തിയ ഒരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പം കണ്ടുവരുന്നില്ലെങ്കിൽ കൂടെ 2-ാം പൊസിഷനിൽ സുരക്ഷിതമായി തന്നെ തുടരുകയാണ്. 8450 വോട്ടിന്റെ ബലത്തിലാണ് 2-ാം പൊസിഷൻ നിലനിർത്തിയത്. 3-ാം പൊസിഷനിൽ ജിസേൽ തക്രാനാണ് തുടരുന്നത്. പക്ഷേ ജിസേലിന്റെ വോട്ടിങ്ങിൽ നിന്ന് വളരെയധികം മുന്നേറ്റമാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ അനുമോളുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് വന്നത്. ഇപ്പോൾ 8389 വോട്ട് നേടി 3-ാം പൊസിഷനാണുള്ളത്. 4-ാം പൊസിഷനിൽ ആര്യൻ ഖത്തറി തന്നെ തുടർന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. വോട്ടിങ്ങിൽ താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 7500 വോട്ട് നേടി 4-ാം പൊസിഷൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. 5-ാം പൊസിഷനിൽ അപ്രതീക്ഷിത മുന്നേറ്റമായിട്ട് നെവിൻ കയറി വന്നിട്ടുണ്ട്. ബിന്നി സെബാസ്റ്റിനെ അട്ടിമറിച്ചുകൊണ്ടാണ് നെവിൻ 7050 വോട്ടിന്റെ ബലത്തിൽ 5-ാം പൊസിഷൻ കൈയടക്കിയത്. 6-ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റിനാണ് തുടരുന്നത്. ബിന്നി സെബാസ്റ്റിൻ വളരെ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് തള്ളപ്പെട്ടത്. നെവിനുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരുന്നത്. 7025 വോട്ട് നേടി 6-ാം പൊസിഷനാണുള്ളത്. 7-ാം പൊസിഷനിൽ ആദില നൂറ സഖ്യമാണ് തുടരുന്നത്. ആദില നൂറ സഖ്യത്തിന് അത്യാവശ്യം തരക്കേടില്ലാത്ത വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. 6598 വോട്ട് നേടി 7-ാം പൊസിഷനിൽ സേഫായി തുടരുകയാണ്. 8-ാം പൊസിഷൻ അക്ബർ ഖാൻ കയറി വന്നിട്ടുണ്ട്. അപ്പാനി ശരത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 8-ാം പൊസിഷനിലേക്ക് കയറി വന്നത്. ഒരു സേഫ് സോണിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഇപ്പോൾ ഉള്ളത്. 6455 വോട്ട് നേടി 8-ാം പൊസിഷനാണുള്ളത്. 9-ാം പൊസിഷനിൽ അപ്പാനി ശരത്ത് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പാനി ശരത്ത് ഇപ്പോൾ ഏകദേശം ഒരു ഡേഞ്ചർ സോണിൽ തന്നെയാണെന്ന് പറയാൻ കഴിയും. കാരണം 9-ാം പൊസിഷനാണ്. 6400 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ഇപ്പോൾ 9-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. വരും മണിക്കൂറിൽ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്. 10-ാം പൊസിഷനിൽ ശൈത്യ സന്തോഷ് തന്നെയാണ് തുടരുന്നത്. ശൈത്യ സന്തോഷ് അപ്പാനി ശരത്തുമായിട്ട് ഏകദേശം അടുത്ത് വരുന്ന രീതിയിലാണ്. 5988 വോട്ടിൻ്റെ ബലത്തിലാണ് ശൈത്യ സന്തോഷ് 10-ാം പൊസിഷനിലുള്ളത്. 11-ാം പൊസിഷനിൽ ബിൻസിയാണുള്ളത്. ആർജ ബിൻസിയാണ് ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥി. ഡേഞ്ചർ സോണിലാണ്. 5890 വോട്ടാണ് നേടിയിരിക്കുന്നത്. വരും മണിക്കൂറിലെ വോട്ടിംഗ് ഇവർക്ക് രണ്ടുപേർക്കും വളരെ നിർണ്ണയമാണ്.